ഇപ്പോൾ ഈ ദൃശ്യം പകർത്തിയ സവാദ് ഉണ്ട് ടെലിഫോൺ ലൈനിൽ. സവാദ് പകർത്തിയ ഈ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് 24 സ്ക്രീനിലൂടെ. അത് പേടിപ്പിക്കുന്ന ദൃശ്യമാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. നേരിൽ കണ്ടയാളാണ് സവാദ്. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഹായ്, ഞാനിപ്പോ നിലവിലിപ്പോ ഊട്ടിയിലാണുള്ളത്. ഇപ്പൊ റേഞ്ചിന്റെ പക്ഷേ പ്രശ്നം ഉണ്ടായേക്കാം. കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഞാൻ പറയുന്ന ക്ലിയർ ഉണ്ടോ? സംസാരിച്ചോളൂ, പറയാം. ഓക്കെ. ഇന്നലെ ഏകദേശം ഒരു 10 to 11 മണിക്ക് ഇടയിലാണ് സംഭവം. ഞങ്ങള് പിന്നെ ബത്തേരി കഴിഞ്ഞു മസിനഗുഡി വഴി ഊട്ടിയിലോട്ട് പോകുന്ന യാത്രയിലായിരുന്നു. അപ്പോ പോകുന്ന വഴിക്ക് സൈഡില് 2-3 ആനകള്, ഒരു ആനക്കൂട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടക്ക് പല വണ്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വണ്ടി നിർത്തുന്നില്ല, ഒന്ന് സ്ലോ ആക്കിയിട്ട് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇവര് അവിടുന്ന് വണ്ടി നിർത്തി പുറത്തിറങ്ങി കണ്ടപ്പോൾ ഞങ്ങൾ അവരെ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ സമയത്താണ് പെട്ടെന്ന് ആന വരികയും പിന്നെ ഇവര് ഡ്രൈവർ വണ്ടി എടുത്തു. പക്ഷെ ഈ കൂടെ ഉണ്ടായവർക്ക് വണ്ടിയിൽ കയറാൻ സാധിച്ചില്ല. ആന ഇവരെ ഓടിക്കുന്നുണ്ട്. പക്ഷെ എന്തോ ദൈവത്തിനെന്തോ ഭാഗ്യം എന്ന് കരുതാം. അതുകൊണ്ട് അവര് രക്ഷപ്പെട്ടു. ജസ്റ്റ് തലനാരൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയാം. അതിലൊരാള് മുഖമിടിച്ച് താഴെ വീഴുന്നുണ്ട്. അയാൾക്ക് പരിക്കുണ്ടോ? അതിനുശേഷം നിങ്ങൾ അവരെ കണ്ടിരുന്നോ? ഇവിടെ വാഹനം നിർത്തുകയോ മറ്റോ ചെയ്തിരുന്നോ? അല്ല, ഞങ്ങൾ അതിനുശേഷം അവര് വീണ്ടും ബാക്കോട്ടന്നെ നടന്നു പോകുന്നതായിട്ട് ശ്രദ്ധിച്ചപ്പോ വീണ്ടും പിന്നെ നമ്മൾ പിന്നെ അവിടെ നിന്നില്ല. വേറെ പ്രശ്നത്തിന് ആവണ്ടല്ലോ, നമ്മുടെ സുരക്ഷയാണ് കൂടുതൽ നോക്കേണ്ടത്. അപ്പോ ആന അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവര് വീണ്ടും ബാക്കോട്ട് നടക്കുന്നതാണ് കണ്ടത്. പിന്നെ ഞങ്ങൾ പിന്നെ വണ്ടി എടുത്ത് വന്നു അവിടുന്ന്. അവിടെ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല. ഈ രണ്ടുപേർ മാത്രമായിരുന്നു പുറത്തിറങ്ങി ഈ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചത്? എനിക്ക് തോന്നുന്നത് വണ്ടിയിൽ 3 പേരുണ്ടായിരുന്നു. ഒന്ന് ഡ്രൈവറാണ്, പിന്നെ 2 പേരുണ്ടായിരുന്നു. ഈ 2 പേരാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിരുന്നത്. ഇതിൽ ഒന്നിൽ കൂടുതൽ ആനകൾ ഉണ്ടായിരുന്നു ആ പ്രദേശത്ത്. എനിക്ക് തോന്നുന്നു റോഡിന്റെ അപ്പുറത്തെ ഭാഗത്ത് മറ്റൊരു ആന ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? 3 ആനയുണ്ട്. ഒരു ആനയുടെ കുട്ടി അടക്കം 3 ആന ഉണ്ടായിരുന്നു. അപ്പോ ആന പെട്ടെന്ന് ഓടി വന്ന സമയത്ത് ഇവർക്ക് വണ്ടിയിൽ കയറാൻ കഴിഞ്ഞില്ല. ഇവരാരാണെന്നോ ഒന്നും അറിയില്ല. ഈ രക്ഷപ്പെട്ട ആൾക്കാർ ആരാണെന്നൊന്നും അറിയില്ല, അല്ലേ? ഇല്ല, അറിയില്ല. ഒരു വണ്ടി കണ്ടിട്ട് ആന്ധ്രാപ്രദേശ് ആണെന്ന് തോന്നുന്നു. AP ആണ് നമ്പർ പ്ലേറ്റ് കാണുന്നത്. ഒരു നാട്ടുകാരാണെന്നോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അല്ല, തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇത്തരം സംഭവങ്ങൾ ആ മേഖലയിൽ ഒരുപാട് ആവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ സവാദ് പകർത്തിയ ദൃശ്യമാണ് ഈ രീതിയിൽ പുറത്തേക്ക് വരുന്നത്. അപ്പോഴാണ് അതിന്റെ ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാവുന്നതും. ഇങ്ങനെ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന സംഭവങ്ങൾ ആവർത്തിച്ച് വരികയാണ്. സവാദ്, എന്തായാലും ഈ ദൃശ്യങ്ങൾ പകർത്തി തന്നതിന് നല്ലത്. ഒരു ബോധവൽക്കരണം കൂടിയാണ്. സുർജിത്ത് തുടരുന്നുണ്ട്. സുർജിത്ത്, സവാദ് നമ്മോട് പറയുകയായിരുന്നു അവിടെ അത് ഒരു ക്ലോസ് എസ്കേപ്പ് ആണെന്ന് വ്യക്തമാണ്. മാത്രമല്ല, ഒരു ആന മാത്രമല്ല, ഒരു ചെറിയ ആനയടക്കം 3 ആനകൾ ഉണ്ടായിരുന്നു ആ മേഖലയിൽ. അപ്പോഴാണ് ഇവർ പുറത്തിറങ്ങി ഈ ധൈര്യം അല്ലെങ്കിൽ ഇത് കാണിച്ചത് എന്നുള്ളതാണ്. അവിടെയാണ് ആന ഇവരെ ഓടിക്കുന്നത്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർ കാണുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.